നമ്മൾ ഇന്നലെ വീഡിയോ നിർത്തിയത് ഇവിടെയാണ്. കാര്യം നമ്മൾ നിർഭാഗ്യവശാൽ എൻ്റെ അകത്ത് പെട്ടുപോയി. എന്തിനായാലും ഈ വീഡിയോയിൽ ഇത് എസ്കേപ്പിംഗ് ആണ്. ഓടിക്കാം മച്ചാനെ മച്ചാനെ മച്ചാനെ, എൻ്റെ ദൈവമേ മച്ചാനെ. കുറേ നിങ്ങൾക്ക് ഞാൻ വന്ന വഴി അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. സത്യം പറഞ്ഞ ചെയ്ത് വെച്ചിട്ട് ഇപ്പം സത്യം പറഞ്ഞവിടെ ഒരു വഴി അറിഞ്ഞൂടെ. അതാ ശിക്ഷപ്പെട്ടു. ഇതുവരെയൊക്കെ എന്തോ അല്ലേ ഞാൻ വന്നത്. ഒരു മിനിറ്റ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതുവരെ കയറി പോണല്ലേ? അതേ തന്നെ നമ്മൾ ഏതൊക്കെ വഴി കൂടെ ട്രാവൽ ചെയ്യാണ് ഗൈസ്. എന്താ എനിക്കൊന്നും മൈൻഡ് ഷാഫ്റ്റ് എക്സ്പ്ലോർ ഇറങ്ങിയായിരുന്നു. ഉള്ള കുളവായി കിട്ടി. കുഴപ്പമില്ല, നമുക്ക് എസ്കേപ്പിംഗ് ഫ്രം മൈൻഡ് ഷാഫ്റ്റ്. കാരണം നമ്മളൊന്നത്തെ കണ്ടല്ലേ, ടോർച്ചും ഇല്ല പണ്ടാരം. നമുക്ക് ഈ വഴിയിലോട്ട് പോയി, ഈ വഴി ആ വഴി എല്ലാ വഴിയും കൂട്ടിയിട്ടല്ലോ. മൂഞ്ചസ്യ ഇവിടെ ഒരുക്കുന്നതല്ല, നമ്മൾ നേരെ തിരിച്ചു വിടാം. ഈ വഴി എന്നടേ നമ്മളെ ഈ സ്ഥലമൊക്കെ എവിടെയൊക്കെ നമ്മൾ മറ്റേ ഓറ് നമ്മളപ്പോൾ ഇങ്ങോട്ടാ പോകണ്ട. ഇങ്ങോട്ട് എവിടെയാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകാം. കിട്ടി. എങ്ങോട്ടാടേ? പോയല്ലേ, ചത്ത് സമാധാനം. എല്ലാ എണ്ണവും കൂടി അർദ്ധരാത്രി ഇത് എവിടെ നിന്ന് ഏറി വന്നാന്തോ. എങ്ങനെയെങ്കിലും പോയി സാധനങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ഡയമണ്ട് ഉണ്ട്, അതാണ് വേണ്ടത്. സത്യം പറഞ്ഞ് ചാവൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ആർമർ പോലും ഇല്ലാതെ കയറി പോണുണ്ടായി. അത് മനുഷ്യത്തിൻ്റെ അകത്തോട്ട്. എൻ്റെ ഫസ്റ്റ് ഇടത്താണ് നിങ്ങൾ പറഞ്ഞാൽ വേൾഡ് ആദ്യമായിട്ടാണ് ചാവണം. കൺഗ്രാജുലേഷൻ പറയണ്ടേ. ഈ വഴി ഓർമ്മിച്ച് വെച്ചോ, നമുക്ക് തിരിച്ചു തരേണ്ട അതേ വഴിയെ. നമ്മളിങ്ങോട്ട് എങ്ങോട്ടല്ലേ ഇവിടെ പോയത്? ഈ വഴി എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്? മനുഷ്യത്തിന് മാപ്പ് വയ്ക്കണമെന്ന് പറയണം. ഇവിടെ അല്ലേടേ ചത്ത? അതാ ഒരു ഡയമണ്ട് അടുത്തത്. ആലോചിച്ച് നോക്ക്, ഞാൻ ഇപ്പോൾ ഫുൾ ഡയമണ്ട് ആർമരം കൊണ്ട് ഇറങ്ങിയിരുന്നെങ്കിൽ. ആലോചിക്കാൻ പോലും പറ്റത്. കുറേ ലൂട്ട് കിട്ടണമുണ്ട് കേട്ടോ. ഡയമണ്ട് പോയി, അതിലാണ് എനിക്ക് വിഷമം. കൊണ്ട് കളഞ്ഞതല്ലേ സത്യം പറ.
തൽക്കാലത്തേക്ക് മൈൻഷാഫ്റ്റ് എക്സ്പ്ലോറേഷൻ ക്യാൻസൽഡ്. നമ്മൾ വേറെ വല്ല പണിയും നോക്കാം. മൈൻഷാഫ്റ്റൊക്കെ പിന്നെ കുറച്ച് ഡയമണ്ടൊക്കെ മാന്താവുണ്ട്, അതൊക്കെ പിന്നെ. അതിന് മുമ്പേ നമുക്ക് ഫുൾ അയൺ ആർമർ സെറ്റൊക്കെ വയ്ക്കാം. അതില്ലേ ഞാനത് റിയൽ ഗെയിം സ്റ്റാർട്ടിങ്. ഹലോ ഫുൾ ആർമർ. എന്നെയും കയ്യിലുള്ള പുട്ടത്ര എടുക്കട്ടെ. ഇത്ര അയൺ ഉപയോഗിച്ച് ഒരു ആർമറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ കുറേ എണ്ണത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വേണ്ടിയും വരും. നീ വുഡ് ഒരു എന്താ അയണില്ലേ. ഞാൻ എന്തോ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. ഡയമണ്ട് ഉണ്ടാക്കാം. സോറി കളിയാക്കണേ. മൈൻക്രാഫ്റ്റ് കളിയാക്കി ഇങ്ങനെ ഇരിക്കും. ഓ കുറച്ചുകൂടെ മൈനിങ്ങിന് പോയല്ലേ. ഇങ്ങനെ ഉണ്ട് ഐഡിയ. മൈനിങ് കുറച്ച് ഡയമണ്ട് കാന്തിയിട്ട് വന്നല്ലേ. വേണോ? ഡേഞ്ചറസ് ആണ്. പോവാം. നമ്മൾ സർക്കാരത്തേക്ക് സൂക്ഷിച്ചു പോകണേ. കോർഡിനേറ്റ്സ് ഓർമ്മ വേണം. ഈ വഴിയാണെന്ന് ഓർമ്മ വേണം. ഫുൾ അയൺ ആർമറാണെന്നും ഓർമ്മ വേണം. നമ്മൾ ചത്തിട്ട് ആർമർ കൊണ്ട് കളയല് ഏത് വഴി കൂടെ തിരുമ്പി വന്നാൽ ധാരാളം 2 ഡയമണ്ട് ആണെങ്കിലും അത് വിലപ്പെട്ടതാണ്. നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, ഞാൻ കിള്ളാൻ തന്നെ അല്ലേ. ചൈന വന്നിട്ട് പോവാം. നമുക്കൊരു കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കാം. മൈനിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും മൈനിങ്ങിന് പോകുന്നതാണ്. പിന്നെ മൈനിങ് എൻ്റെ ഒരു ഹോബിയാണ്. നിങ്ങളങ്ങ് വിചാരിച്ചോ 2 ഡയമണ്ട്, ഈ ഡയമണ്ട് വെച്ച് നമ്മൾ പൊളിക്കും. 2 ഡയമണ്ട് വെച്ചാണ് ഞാൻ ഇത്ര ഷോറക്കണം. ഒന്നും ഇതാന്നല്ലേ. അതിലായി കയറാം മരം കയറി. ഇതിൽ കുറച്ച് ബേസ് സെറ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് മുകളിൽ ബേസ് സെറ്റ് ചെയ്യേണ്ട പരിപാടികളാണ് എനിക്ക്. ഞാൻ ആലോചിക്കണം. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 25ആണ്. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. റിക്വസ്റ്റിംഗ്. ഇത്രേ ഉള്ളൂ. നമ്മളിന് ഫുൾ അയൻ്റെ കളിയാണോ? ഒരു സ്റ്റോണും ഇല്ല. അത്രേ ഉള്ളൂ. വേണ്ട ഏത് മൂട് പോളി മൂട്. ഒരു സ്ട്രിപ്പ് മൈനിങ്ങിന് പോകാം. ബൈ ലെവൽ 55 എത്തണം. അവിടെ കുറേ ഡയമണ്ട് ഉണ്ടെന്നാണ്. കണ്ടാ ഞാൻ കണ്ടുപിടിച്ച സാധനം കണ്ടാ ഡയമണ്ട്. ഇത് നല്ല സാധനമാണ്, തിന്നാൻ തരൂലേ. ഡയമണ്ടും അയണും പിടിക്കാത്ത
എന്നിട്ട് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്, നമുക്ക് അതൊന്നും സെറ്റാക്കില്ല പറ്റി. അവരൊക്കെ വെച്ച് ഇത്ര സെറ്റപ്പ്. ഇവിടെ ഇനി ഫാമിങ് ചെയ്യേണ്ട പരിപാടികളൊക്കെ തുടങ്ങണം. അതിന് മുമ്പേ നമുക്ക് ബേസ് വയ്ക്കാം. ഇവിടെ ആയിട്ട് ബേസ് വരാം. അകത്തോട്ടൊരു വലിയ സ്ഥലം മാന്തി വയ്ക്കാം. ഇവിടെ മാന്തിയിട്ടുണ്ടല്ലേ, മന്തി. എന്നാൽ നമുക്ക് ഈ ഏരിയയിലോട്ട് വയ്ക്കാം. ഇപ്പോഴത്തെ ബേസിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മളെ പുതിയ ബേസ് വരണം. നമ്മളിവിടെ അത്ര ഒന്ന് മാന്തി എടുക്കാം. ഗസ് മന്ദം വന്നിറങ്ങും നിങ്ങളുടെ നായകൻ. ഇത് ഫുള്ള് നമ്മൾ ഫുഡൊക്കെ കൊണ്ടായിരിക്കും ഉണ്ടാകണം. നമ്മൾ വെയിറ്റ് ചെയ്യും. ഞാൻ മിക്കവാറും ഓഫ് ക്യാമറ ബിൽഡ് ചെയ്യാനാണ് സാധ്യത. നമ്മളിത് നല്ല കിടിക്കം ബേസ് ആക്കും. കുറച്ച് കൂടെ അങ്ങോട്ടങ്ങ് പോവാം. നീ ബൈ ലെവലിൽ അങ്ങോട്ടും മട്ടി കുറച്ച് നമുക്കിവിടെ ഒരു ഗ്ലാസ്സൊക്കെ വയ്ക്കാൻ കുറച്ച് സാൻഡ് മൈനിങ്ങിനൊക്കെ പോയി സെറ്റാക്കണം. മുകളിലോട്ടൊക്കെ കുറച്ച് ഇതാക്കണം. മുകളിലോട്ടൊരു ഫ്ലോറൊക്കെ പണിയും നമ്മൾ. ഏതല്ലേ ഒരു ക്യാബിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്ത് വയ്ക്കും. അങ്ങനെ ആയിരിക്കും നമ്മളെ. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോൾ, അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ അത്ര ലോങ് ആക്കൂല. ഇപ്പം നിർത്തുവേ. പിന്നെ ലൈക്ക് ടാർഗറ്റ് മറക്കല്ലേ, കംപ്ലീറ്റ് ചെയ്തേക്കണം. കഴിഞ്ഞ വീഡിയോ ഔട്ട്രോ തരാത്തതിന് സോറി ഗൈസ്. ഇവിടെ ആയിരിക്കും നമ്മളെ ബേസ് വരണം. ഈ കുട്ടി ബേസ് നമ്മളെടുത്ത് കളയും. അപ്പം ശരി, ബൈ. ഞാൻ സൈൻ ഓഫ് അടിക്കട്ടെ. അപ്പോൾ ഗൈസ് ടാറ്റ ബൈ ബൈ. ഇറ്റ്സ് മീ സൈബർസോൾ സൈനിങ് ഓഫ്.